NTR ചിത്രം ദേവർ എന്ന സിനിമയുടെ റിലീസ് ഇപ്പോഴത്തെ ഏപ്രിലിൽ നിന്ന് പോസ്റ്റ്പോൺ ചെയ്യുമെന്നായിരുന്നു കുറച്ച് മുമ്പേ വന്ന റൂമറുകൾ. ഇപ്പോഴത്തെ ഈ സിനിമയുടെ ഭാഗത്തു നിന്ന് ഒരു ഒഫീഷ്യൽ റിലീസ് തീയതി തന്നെ അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ചിത്രം ഈ വർഷം ഒക്ടോബർ 10 തീയതിയാണ് റിലീസിനെത്തുന്നത്. മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന സിനിമയ്ക്ക് വേണ്ടി ആരാധകർ എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുകയായിരിക്കും. ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. സിനിമയുടെ അവസാന ഷെഡ്യൂളിൽ ഇപ്പോഴത്തെ ഷൂട്ട് ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ ഷെഡ്യൂളിൽ ഗൗതം മേനോന്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. വെട്രിമാനും പ്രൊഡ്യൂസറായി കവിൻ നായകനാവുന്ന ഒരു ചിത്രം വരുന്നു. സിനിമ സംവിധാനം ചെയ്യുന്ന വെട്രിമാറിന്റെ അസിസ്റ്റന്റായ വിക്രാണൻ അശോകനും കൂടിയായിരിക്കും. സിനിമയുടെ ഷൂട്ടെല്ലാം ഈ മാസം തന്നെ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വെട്രിമാരൻ ചിത്രം വിടുതലൈ 2 സിനിമയുടെ പുതിയ ഷെഡ്യൂൾ ഇപ്പോൾ ആരംഭിക്കുന്നു. ഫെബ്രുവരി 20 ഈ സിനിമയുടെ പുതിയ ഷെഡ്യൂൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഷെഡ്യൂളിൽ വിജയ് സേതുപതിയുടെ ആക്ഷൻ സീക്വൻസ് ആയിരിക്കും ഷൂട്ട് ചെയ്യുക. കൂടാതെ തന്നെ ഇതിൽ വിജയ് സേതുപതിയുടെ ക്യാരക്ടറിന് ഡി-ഏജിംഗ് ടെക്നോളജിയും ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അൽ വൈകുണ്ഠപുരം എന്ന സിനിമയ്ക്ക് ശേഷം അല്ലു അർജുനും ത്രിവിക്രമും ഒന്നിക്കുന്ന പുതിയ ചിത്രമാണല്ലോ അല്ലു അർജുൻ്റെ 22ാമത്തെ ചിത്രം. ഈ സിനിമയിൽ ഇപ്പോഴത്തെ നായികയായി സാമന്ത എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ചർച്ചകളെല്ലാം ഇപ്പോൾ നടക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തിരുന്ന റിപ്പോർട്ടുകൾ. ശിവകാർത്തികന്റെ 21ാമത്തെ ചിത്രമായ SK21 എന്ന സിനിമയുടെ ഒരു ടൈറ്റിൽ ടീസർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അമരൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിനിമയുടെ ടൈറ്റിൽ ടീസർ ഇപ്പോൾ ഗംഭീര അഭിപ്രായമാണ് ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത്. സിനിമ ഇപ്പോഴത്തെ ഒരു ബയോപിക് ചിത്രമാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മേജർ മുകുന്ദ് വരദരാജന്റെ ഒരു ബയോപിക് ആയിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തിരുന്ന റിപ്പോർട്ടുകൾ. രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ഇമോഷണലിനും ലവിനും പ്രാധാന്യമുള്ള ഒരു ചിത്രമാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കാർത്തി നായകനാവുന്ന അടുത്ത ചിത്രമാണല്ലോ കാർത്തി 27. സിനിമയിൽ ഇപ്പോഴത്തെ കാർത്തിയുടെ സിസ്റ്റർ റോളിൽ ശ്രീദിവ്യ എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഷൂട്ട് വർക്കെല്ലാം ഇപ്പോഴത്തെ കാരൈക്കുടിയിലാണ് നടക്കുന്നത്. സിനിമ ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ചിത്രം കൂടിയാണ്. അങ്ങനെ പൃഥ്വിരാജിന്റെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ ഷൂട്ട് ഇപ്പോഴത്തെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സിനിമ ഇപ്പോഴത്തെ മെയ് പകുതിയിൽ തന്നെ റിലീസ് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ചിത്രം ഒരു വലിയ മൾട്ടിസ്റ്റാർ ചിത്രവും കൂടിയാണ്. അർജുൻദാസിന്റെ മലയാള ചിത്രം ഇപ്പോഴത്തെ ഒഫീഷ്യലായി തന്നെ അനൗൺസ് ചെയ്തിരിക്കുകയാണല്ലോ. അഹമ്മദ് കബീർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ഒരു റോംകോം എന്റർടൈൻമെന്റ് ചിത്രമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഹേഷാമാണ് സിനിമയ്ക്ക് മ്യൂസിക് എല്ലാം ചെയ്യുന്നത്. ഗോട്ട് എന്ന സിനിമയ്ക്ക് ശേഷം വെങ്കട് പ്രഭുവിന്റെ സംവിധാനത്തിൽ ശിവകാർത്തികൻ നായകനാവുന്ന ഒരു സിനിമ വരുന്നു. സിനിമ കൺഫേം ആയി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഈ സിനിമ സത്യജ്യോതി ഫിലിംസ് ആയിരിക്കും നിർമ്മിക്കുക. സൽമാൻ ഖാൻ നായകനാക്കി AR മുരുകദാസിന്റെ ഒരു ചിത്രം വരുന്ന റിപ്പോർട്ടുകൾ. ചിത്രം ഒരു ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു ആക്ഷൻ ഫിലിം ആയിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 400 കോടി മുതൽ മുടക്കിൽ വരുന്ന ഈ സിനിമ അടുത്ത വർഷം ഈദ് റിലീസായിട്ടാണ് ടീം പ്ലാൻ ചെയ്യുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ശിവകാർത്തികനെ നായകനാക്കി AR മുരുകദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് SK23 എന്ന ചിത്രം. സിനിമയിൽ ഇപ്പോഴത്തെ നായികയായി രുക്മിണി വസന്താണ് എത്തുക എന്ന് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ സിനിമ ഒരു ഫാസ്റ്റ് പേസ് ആക്ഷൻ ഫിലിമാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ റൊമാൻസിനും പ്രാധാന്യമുള്ള ഒരു ചിത്രം കൂടിയാണ് ഇത്. ഇതിന്റെ ഭാഗമായി ശിവകാർത്തികൻ ആക്ഷൻ ട്രെയിനിങ് എല്ലാം എടുക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാന്റെ അടുത്തൊരു ആക്ഷൻ ചിത്രം വരുന്നു. ലുക്കുമാനും നെസ്ലിനും ആയിരിക്കും ഈ സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സിനിമ ബോക്സിങ്ങിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ആക്ഷൻ കോമഡി ചിത്രവും കൂടിയായിരിക്കും. വിഷ്ണു വിജയാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് എല്ലാം ചെയ്യുന്നത്. ഷൈൻ നിഗം നായകനാവുന്ന തമിഴ് ചിത്രമാണല്ലോ മദ്രാസ്കാരൻ എന്ന ചിത്രം. സിനിമയുടെ ഷൂട്ട് ഇപ്പോഴത്തെ ആരംഭിച്ചിരിക്കുകയാണ്. കൂടാതെ തന്നെ ഈ സിനിമയ്ക്ക് ആർഡെക്സ് എന്ന സിനിമയ്ക്ക് ശേഷം സാംസിയസും കൂടിയാണ് മ്യൂസിക് എല്ലാം ചെയ്യുന്നത്. ആസിഫിയുടെ ബർത്ത്ഡേ സ്പെഷ്യലായി അനൗൺസ് ചെയ്ത ചിത്രമായിരുന്നല്ലോ ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രം. ഈ സിനിമ ഇപ്പോഴത്തെ ഇന്റർ കാസ്റ്റ് മാരേജും അതിനുശേഷമുള്ള കാര്യങ്ങൾ നാഷണൽ ലെവലിൽ റീച്ച് ആവുന്നതുമായിരിക്കും ഈ സിനിമയുടെ കഥ എന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമ സംവിധാനം ചെയ്യുന്നത് സേതുനാഥ് പത്മകുമാറും കൂടിയാണ്. എന്തായാലും കെട്ടിയോളാണ് എൻ്റെ മാലാഖ എന്ന സിനിമയ്ക്ക് ശേഷം ഒരു മികച്ച ചിത്രമാണെന്ന് പ്രതീക്ഷിക്കാം. രജനി ചിത്രം വേട്ടയൻ സിനിമയുടെ ഷൂട്ടെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ 80% ഷൂട്ട് ഇപ്പോഴത്തെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ ചിത്രം ദീപാവലി റിലീസായിട്ടായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇത് ഏറെക്കുറെ കൺഫേം ആണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പൃഥ്വിരാജിന്റെ വർഷങ്ങൾക്ക് മുമ്പ് അനൗൺസ് ചെയ്ത ചിത്രമായിരുന്നല്ലോ ഖലീഫ എന്ന ചിത്രം. സിനിമയുടെ ഷൂട്ട് ഇപ്പോഴത്തെ ആരംഭിക്കുന്നു. വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോക്ക് ശേഷമായിരിക്കും ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ അടുത്ത വർഷം ജനുവരിയിൽ തന്നെ ഈ സിനിമയുടെ ഷൂട്ട് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സിനിമയ്ക്ക് കഥയെല്ലാം ഒരുക്കുന്നത് കടുവ അന്വേഷിപ്പിന് കണ്ടെത്തുന്നു എന്ന സിനിമയുടെ റൈറ്ററായ ജിനോവി എബ്രഹാമും കൂടിയാണ്. വിജയുടെ 69ാമത്തെ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. സിനിമ സംവിധാനം ചെയ്യുക ഇപ്പോൾ ത്രിവിക്രം ആയിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അദ്ദേഹം മുമ്പേ ചെയ്ത ചിത്രം എന്ന് പറയുന്നത് വൈകുണ്ഠപുരം ഗുണ്ടൂർ കാരം എന്ന ചിത്രവും കൂടിയാണ്. സിനിമ RRR സിനിമയെല്ലാം നിർമ്മിച്ച DVD എൻ്റർടൈൻമെൻറ്റ്സ് ആയിരിക്കും നിർമ്മിക്കുക. സിനിമയുടെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് മാർച്ചിലോ ഏപ്രിലോ എല്ലാം പ്രതീക്ഷിക്കാം.